കെ ജയശ്രീ ആരോഗ്യ വിദഗ്ധ കൂടി നമ്മളോടൊപ്പമുണ്ട്. ജയശ്രീ ഡോക്ടർ, ഇതിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ ആദ്യമായാണ് ഇത്രയും അധികം ആളുകൾക്ക് HIV ബാധ സ്ഥിരീകരിക്കുന്നത് എന്നാണ്. താങ്കൾക്ക് തിരുത്താം, ഞാൻ മനസ്സിലാക്കിയത്. ഇതൊരു സ്വാഭാവിക സാഹചര്യമല്ലല്ലോ അങ്ങനെയാണെങ്കിൽ. അപ്പോൾ എത്രത്തോളം നമ്മൾ ഈ കാര്യത്തിൽ ആശങ്ക വെച്ച് പുലർത്തണം? ഇത് ഇപ്പോൾ നേരത്തെ DMO ശ്രീമതി രേണുക സംസാരിച്ചപ്പോഴും പറഞ്ഞത് ഇത് വളാഞ്ചേരിയിലോ അല്ലെങ്കിൽ പരിസര പ്രദേശത്തോ മാത്രം ഒരു സാഹചര്യമായിട്ടല്ല കാണേണ്ടത്. മറ്റിടങ്ങളിൽ ഇപ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നമ്മൾ പരിശോധനകൾ കൃത്യമായി നടത്തിക്കഴിഞ്ഞാൽ എയ്ഡ്സ് രോഗബാധിതരുടെ എണ്ണം ഇനിയും കൂടാം എന്നാണ്. അങ്ങനെയാണെങ്കിൽ എത്രമാത്രം കരുതൽ നമുക്ക് ആവശ്യമാണ്? എത്രത്തോളം ജാഗ്രതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട സ്ഥിതിവിശേഷമാണ് ഈ വാർത്തയുടെ പശ്ചാത്തലത്തിൽ കേരളത്തിലുള്ളത്? കേരളത്തിൽ നേരത്തെ ഡോക്ടർ ലാൽ പറഞ്ഞതുപോലെ കേരളത്തിൽ പൊതുവേ നോക്കിയാൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറവാണ്. പക്ഷേ അതേസമയം തന്നെ നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് കേരളത്തിൽ HIV കുറേശ്ശെ കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ഇപ്പോൾ ഈ ഒരു ഡേറ്റയിൽ നിന്ന് മാത്രമല്ല. അത് HIV ഡേറ്റ കളക്ട് ചെയ്യാനുള്ള കൃത്യമായ സംവിധാനം നമുക്കുണ്ട്. എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി അത് ചെയ്യുന്നുണ്ട്. അത് സെൻറ്റിനൽ സർവേലൻസ് എന്ന് പറയും. നമ്മൾ എല്ലാ ഗർഭിണികളെയും പരിശോധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ കാറ്റഗറിയിലുമുള്ള ആൾക്കാരെ സ്ഥിരമായി ഓരോ ഗ്രൂപ്പ് പരിശോധനയുണ്ട്. അപ്പോൾ അത് ഓരോ വർഷവും എത്ര കൂടി വരുന്നു എന്നുള്ളതിന് നമുക്ക് അറിയാൻ പറ്റും, എത്ര കൂടുന്നുണ്ടെന്ന് അറിയാൻ പറ്റും. ഇപ്പോൾ കൂടുതലായിട്ടും സ്ക്രീനിങ് ഇതുപോലെയുള്ള ഈ ഞാൻ പറഞ്ഞല്ലോ കൂടി വരുന്നുണ്ട് എന്ന് മനസ്സിലായിട്ട് ഈ സ്ക്രീനിങ് കൂട്ടിയിട്ടുമുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ടുകൂടിയാണ് നമുക്ക് ഇതിപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ കൂടുതൽ സ്ക്രീനിങ് നടത്തുന്നുണ്ട്. അത് ഈ HIV കൂടുതലും ഇപ്പോൾ കാണുന്നത് സാധാരണ മനുഷ്യരിലാണ്. നേരത്തെ ഇപ്പോൾ ഹൈ റിസ്ക് മാത്രമല്ല, ഹൈ റിസ്ക് ആയിട്ടുള്ളവർക്കും ഉണ്ട്, മറ്റ് സാധാരണ നമ്മൾ ഉള്ള മനുഷ്യർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് എവിടെ നിന്നാണ് ഇതിലൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഹൈ റിസ്ക് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഇഞ്ചക്റ്റ് ചെയ്യുന്നവരെന്ന് പറഞ്ഞത് അവരിൽ നിന്നും മറ്റ് രീതിയിൽ, അതായത് സെക്ഷൽ ട്രാൻസ്മിഷൻ വഴി, ലൈംഗിക ബന്ധം വഴി വേറെ ആളുകളിലേക്കും പകരുമല്ലോ. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ സ്പ്രെഡ് കൂടും എന്നുള്ളതാണ്. ഇത് പ്രത്യേകം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതാണ്. ഈ മയക്കുമരുന്ന് ഉപയോഗം പ്രത്യേകം അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. മറ്റു തരത്തിൽ പകരുന്നതും നമ്മളിതുപോലെ നോക്കേണ്ടതാണ്. അപ്പോൾ ഈ ഡേറ്റ നമുക്ക് തീരെ ഇല്ലാതെയില്ല, ഡേറ്റ നമുക്കുണ്ട്. പക്ഷേ ഈ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നമ്മളിപ്പോൾ കുറച്ചും കൂടെ ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടുതലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അത് നമുക്ക് കുറച്ചൊരു എന്താ പറയുക, കോവിഡ് വന്നതുകൊണ്ടോ ഒക്കെ തന്നെ അതിൽ പഴയതുപോലൊരു ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നമുക്ക് ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ ആളുകളുടെ ഇടയിൽ ഇതിനെക്കുറിച്ചുള്ള അവബോധവും കുറവായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയൊക്കെയാണ് പകരുന്നതെന്നുള്ളത്, ഇപ്പോൾ കൂടുതലും പകരുന്നത് ഇപ്പോഴും ലൈംഗിക ബന്ധം വഴി തന്നെയാണ്. പക്ഷേ ഇതുപോലെ ഈ മയക്കുമരുന്ന് ഒക്കെ ഇഞ്ചക്റ്റ് ചെയ്യുന്നവരിൽ പെട്ടെന്ന് ഇതിപ്പോൾ ഒരാൾ ഒരു ഗ്രൂപ്പിൽ ഒരു 10 പേര് ഒരേ സിറിഞ്ച് ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്ക് ഉണ്ടാകാൻ വലിയ സാധ്യതയാണ്. നേരത്തെ പറഞ്ഞ പോലെ ആ റിസ്ക് വളരെ കൂടുതലാണ്. അവരിൽ നിന്ന് പിന്നെ മറ്റുള്ളവരിലേക്ക് പകരും. ഇവിടെ ഇപ്പോൾ ഈ 2-3 ഫാക്ടേഴ്സ് വളരെ പ്രധാനമായിട്ട് വരുന്നുണ്ട് കേരളത്തിൽ ഈ കൂടുന്നതിന്. ഒന്ന്, ഈ മൈഗ്രേഷൻ കൂടുതൽ, മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ കൂടുതൽ വരുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം. പിന്നെ ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗം, അതും ഇപ്പോൾ ആർക്കും സംശയമില്ല, വളരെ വ്യാപകമായിട്ട് കൂടുന്നു എന്നുള്ള കാര്യം. പിന്നെ സെക്ഷൽ ബിഹേവിയറിലും ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്, പഴയതിനേക്കാൾ കുറച്ചും കൂടി മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ കൂടുതലും പിന്നെ സാധാരണ ആളുകൾ, ഹൈ റിസ്ക് അല്ലാത്ത ആളുകളിലാണ് ഇപ്പോൾ കൂടുതൽ. ഇപ്പോൾ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ സാധാരണ ഹൈ റിസ്ക് അല്ലാത്ത ആളുകളിലാണ് കൂടുതൽ കാണുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഓരോ ടാർഗറ്റിനെ നമ്മൾ പ്രത്യേകം അഡ്രസ്സ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. മയക്കുമരുന്നിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മയക്കുമരുന്ന് ഇതിനകത്ത് ഇപ്പോൾ ഈ നേരത്തെ ഡോക്ടർ SS ലാൽ പറഞ്ഞു, ഈ കോവിഡ് വന്ന ശേഷം നമുക്ക് ആളുകളുടെ ഇടയിൽ ഇപ്പോൾ എയ്ഡ്സിനെതിരായിട്ടുള്ള HIV-ക്കെതിരായിട്ടുള്ള ബോധവൽക്കരണമൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ട്. അതിന് കോവിഡിന് ശേഷം നമ്മുടെ ശ്രദ്ധ, നമ്മുടെ ഫോക്കസ് മറ്റു പല കാര്യങ്ങളിലേക്കും മാറിപ്പോയത് കൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചത്. പക്ഷേ ഇതിൻ്റെ ഈ ഒരു റൂട്ട് കോസ്, ഇപ്പോൾ ഈ ലൈംഗിക രാജകത്വം എന്നത് മാറ്റി നിർത്തി ഇതിപ്പോൾ ഈ പറയുന്ന ലഹരി ഉപയോഗം, അത് ഒരേ സിറിഞ്ച് കൂടുതൽ പേർ ഉപയോഗിക്കുന്നു എന്നതൊക്കെയാണ് ഇനി കേരളത്തിൽ HIV ബാധയ്ക്കുള്ള കാരണമായി മാറാൻ പോകുന്നതെങ്കിൽ
അതിന് ഇപ്പോൾ ഇതിനെതിരായിട്ടുള്ള ബോധവൽക്കരണം നമുക്ക് വളരെ സജീവമായി നടക്കുന്നുണ്ടല്ലോ. എന്നിട്ടും നമ്മളെവിടെയും ഇത്തരം സിറിഞ്ച് ഉപയോഗിക്കുന്ന, ഇതേപോലെ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നു, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്കിടയിൽ. സോ ഇതിൻ്റെ ഫലമായി ലൈംഗിക അരാജകത്വവും അവർക്കിടയിൽ ഉണ്ടാകുന്നുണ്ടെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കേവലം ഒരു ബോധവൽക്കരണത്തിലൂടെ മറികടക്കാൻ കഴിയുന്ന പ്രശ്നമാണോ കേരളത്തിലുള്ളത്, അതോ അതിലും സങ്കീർണമാണോ? ബോധവൽക്കരണം ഒരു കാര്യം മാത്രമാണ്, അത് മാത്രമായിട്ട് നമുക്ക് ചുരുക്കാൻ പറ്റില്ല. വെച്ചാൽ ഇത് ഈ പറഞ്ഞല്ലോ, ഇപ്പോൾ അരാജകത്വം എന്നുള്ള ഒരു ആശയത്തേക്കാൾ എനിക്ക് തോന്നുന്നത് ഇത് എല്ലാ മനുഷ്യരുടെ സ്വഭാവമാണ്. ഈ സെക്ഷൽ ബിഹേവിയറിൻ്റെ കാര്യം ഞാൻ പറയുന്നത്, മയക്കുമരുന്ന് ഉപയോഗമല്ല. അത് മാറ്റിക്കഴിഞ്ഞാൽ സെക്ഷൽ ബിഹേവിയറിൽ മനുഷ്യർക്ക് ലോകത്തിലെല്ലാം ഒരേ സ്വഭാവമാണ് ഉള്ളത്. അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് HIV പ്രിവെൻഷൻ എല്ലാ കാലത്തും നമ്മൾ പറഞ്ഞിരുന്നത് സേഫ് സെക്സ് എന്നുള്ള ഒരു കാര്യമാണ്. സേഫ് സെക്സ് എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ചിട്ടുള്ള ലൈംഗിക ബന്ധമാണ്. അപ്പോൾ അത് കുറച്ച് ഒരു വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ ഇൻ്റർപേഴ്സണലായിട്ട് രണ്ട് ആളുകൾ തമ്മിൽ ഉള്ള ഒരു കമ്മ്യൂണിക്കേഷനിൽ കൂടി അത് നടക്കുകയുള്ളൂ. അത് വെറും ബോധവൽക്കരണം മാത്രം പോരാതെ നമ്മളൊരു അവയർനെസ് ക്ലാസ് കൊടുക്കുന്നതുകൊണ്ട് മാത്രം പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം മുതൽ ഇതിനെ പിയർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള, ഇപ്പോൾ ലൈംഗിക തൊഴിലാളികളുടെ ഇടയിലാണെങ്കിൽ അവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ തന്നെയാണ് അവരെ അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ യുവാക്കളുടെ ഇടയിൽ ഇപ്പോൾ കൂടി വരുന്നുണ്ട് സാധാരണ ആൾക്കാരുടെ ഇടയിൽ. അപ്പോൾ ഇതിന് കുറച്ചും കൂടെ ആഴത്തിലുള്ള സാധാരണ ബോധവൽക്കരണം എന്നുള്ളതിനപ്പുറത്തേക്ക് കുറച്ചും കൂടി ആഴത്തിലുള്ള ഒരു ബിഹേവിയർ ചേഞ്ച്, നമ്മൾ സാധാരണ പറഞ്ഞ സ്വഭാവമാറ്റം, ബിഹേവിയർ ചേഞ്ച് ആവശ്യമുള്ള ഒരു കാര്യമാണ്. മയക്കുമരുന്നിൻ്റെ കാര്യത്തിലാണെങ്കിലും പിന്നെ അല്ലാത്ത സെക്ഷൽ ബിഹേവിയറിൻ്റെ കാര്യത്തിലും ആണെങ്കിലും അങ്ങനെയാണ്. പക്ഷെ അതിൽ ഈ പറഞ്ഞ പോലെ അവരെ ടാർഗറ്റ് ചെയ്യുക, അവരെ റീച്ച് ചെയ്യാൻ കുറച്ച് പ്രയാസമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ ഇപ്പോൾ നമ്മൾ വ്യാപകമായിട്ട് അവരെ കണ്ടെത്താൻ ശ്രമിക്കുന്നത് കൊണ്ട് കുറച്ച് കണ്ടെത്താൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ അത് വളരെ പ്രയാസമാണ്. അതുപോലെയാണ് ഇത് കണ്ടെത്താൻ ഉള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാ മനുഷ്യരും ഇതിനെക്കുറിച്ച് സേഫ് സെക്സിനെ കുറിച്ച് അറിയുകയും എന്നുള്ളതേ നമുക്ക് പ്രായോഗികമായിട്ട്. അല്ല ജയശ്രീ ഡോക്ടർ, എനിക്ക് തോന്നുന്നു ഡോക്ടർ ഒരു ഭാഗം ഞാൻ പറഞ്ഞത് ഡോക്ടർ മറ്റൊരു തരത്തിലാണ് അതിനെ മനസ്സിലാക്കിയതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ ലൈംഗിക അരാജകത്വം എന്ന് പറയുന്നത് ഒന്നിലധികം പങ്കാളികളുമായുള്ള ശാരീരിക ബന്ധം എന്ന അർത്ഥത്തിലല്ല, മറിച്ച് ഇത് വളരെ ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ട്, അതായത് ലഹരിയുടെ അടിമയാവുകയും എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെ ഉണ്ടാകുന്ന അത്തരം അരാജകത്വത്തിലേക്ക് എത്തുന്ന കൂട്ടായ്മകളെ കുറിച്ചാണ്. അതിലേക്ക് പോകുന്ന ചെറുപ്പക്കാരുടെ എണ്ണം അല്ലെങ്കിൽ ചെറുപ്പക്കാരികളുടെ എണ്ണം മറ്റ് പലയിടങ്ങളിൽ എന്ന പോലെ കേരളത്തിലും കൂടി വരുന്നു എന്നാണ് ആ അർത്ഥത്തിലാണ് ഞാൻ ലൈംഗിക അരാജകത്വം എന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചത്. അതായത് അത് സ്വതാല്പര്യമോ ബോധത്തോടു കൂടിയല്ല, അത് ഈ ലഹരിക്കടിമയായി അതിലേക്ക് പോകുന്നു എന്ന അടിസ്ഥാനത്തിലാണ്. ആ അർത്ഥത്തിൽ അത്തരം ഒരു പ്രശ്നം നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ടല്ലോ ഡോക്ടർ. അതെ, ഉണ്ട്, തീർച്ചയായിട്ടും അത് റിസ്ക് വളരെ വളരെ കൂടുതലാണ്. ഇപ്പം അതാണ് ഞാൻ പറഞ്ഞത്, ഇതെല്ലാം പ്രത്യേകം നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട വിഷയമാണ്. ഒന്ന് മയക്കുമരുന്നിൻ്റെ എന്ന് പറഞ്ഞാൽ അവരുടെ റിസ്ക് വളരെ വലുതാണ്. അത് രണ്ട് തരത്തിലുള്ള റിസ്ക്കാണ്. ഒന്ന് ഈ ഉപയോഗിക്കുന്ന എല്ലാവരുടെ ഇടയിൽ പടരുന്നതും അവർ പിന്നീട് മറ്റ് ബന്ധങ്ങളിലേക്ക് പോകുമ്പോൾ ഉള്ള പകരുന്നതും അവരിൽ നിന്ന് പിന്നെ സാധാരണക്കാരിലേക്ക് പകർന്നുകൊണ്ടിരിക്കുന്നതും. അതെല്ലാം ഓരോ പോയിന്റിലും നമ്മൾ അഡ്രസ്സ് ചെയ്യണം. ഞാൻ പറഞ്ഞത് ഇത് ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കാൻ ഭയങ്കര പ്രയാസമാണ്. ചിലപ്പോൾ ഒരാൾക്ക് ഈ മയക്കുമരുന്ന് ഉപയോഗിച്ച ഒരാൾക്ക് എത്ര പേരുമായിട്ട് ബന്ധമുണ്ടായി എന്ന് പറഞ്ഞ് നമുക്ക് കണ്ടെത്താനൊന്നും പറ്റില്ല. എന്നുവെച്ചാൽ അതിനൊരു രഹസ്യ സ്വഭാവം ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു പ്രയാസമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ മനുഷ്യരും, നമ്മൾ ആദ്യം തൊട്ട് പറയുന്ന ഒരു കാര്യം ഇതാണ്, എല്ലാ മനുഷ്യരും സേഫ് സെക്സിനെ കുറിച്ച് അവെയർ ആകുക എന്നുള്ളതാണ്. ഇപ്പം ഇവരിൽ നിന്ന് കിട്ടാതിരിക്കണമെങ്കിൽ, എനിക്ക് കിട്ടാതിരിക്കണമെങ്കിൽ ഞാൻ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള അവെയർനെസ് പ്രത്യേകിച്ച് യുവാക്കൾക്ക് കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അത് വളരെ പ്രധാനമാണ്. മറുവശത്ത് നമ്മൾ ഈ മയക്കുമരുന്നിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഏതെല്ലാം തരത്തിൽ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിൻ്റെ അപകടം HIV മാത്രമല്ലല്ലോ, നമുക്കറിയാം വേറെ ഒരുപാട് അപകടങ്ങൾ, അതിൽ നിന്നുള്ള കൊലപാതകങ്ങളും പിന്നെ ആത്മഹത്യകളും, ഇങ്ങനെ ഇതിനേക്കാൾ വലിയൊരു പ്രശ്നമായിട്ടാണ് മയക്കുമരുന്നിൻ്റെ കാര്യമുള്ളത്. പിന്നെ സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് നമ്മുടെ സ്ട്രാറ്റജീസ് മാറ്റേണ്ടി വരും. ഇപ്പം ഞങ്ങളിത് പൊതുവെ പൊതുജനാരോഗ്യത്തിൽ ഒരു 2-3 തരം സമീപനങ്ങളാണ് ഇതിലുള്ളത്. ഒന്ന് നിയമപരമായിട്ടുള്ള സമീപനം, ലീഗൽ അപ്രോച്ച് എന്ന് പറയും. പിന്നെ ഉള്ളത് ഈ പറഞ്ഞ ഒരു മെഡിക്കലായിട്ടുള്ള അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത്
അപ്രോച്ച് എന്ന് പറയും. പൊതുജനാരോഗ്യപരമായിട്ടുള്ള ഒരു സമീപനമുണ്ട്. പിന്നെ സാമൂഹ്യ പ്രസ്ഥാനങ്ങളുടേതായിട്ടുള്ള ഒരു സോഷ്യൽ മൂവ്മെൻറ്റ് വഴി ചെയ്യാവുന്നുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യത്തിൽ ഇത് മൂന്നും ഒരേപോലെ പ്രധാനമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, മയക്കുമരുന്നിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിയമവിദഗ്ധർ ഇവിടെയുണ്ട്. നിയമപരമായിട്ടുള്ള ഒരു സമീപനം ഇപ്പോൾ അത് ഉണ്ടായി വരുന്നുണ്ട് എന്നുള്ള വലിയൊരു കാര്യമാണ്. അത് വളരെ പ്രധാനമാണ്. നമ്മൾ ഈ സോഴ്സ് റിഡക്ഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ളത്, നമ്മളെപ്പോഴും ഈ ദുർബലരായിട്ടുള്ള ആൾക്കാരെ മാത്രം ഇതിന് വിധേയരാകുന്ന വളരെ വീക്കായിട്ടുള്ള പല കാരണങ്ങൾ, നമ്മൾ വൾണറബിൾ എന്ന് പറയും. ഇപ്പം മൈഗ്രൻ്റായിട്ട് വരുന്ന ആൾക്കാരൊക്കെ വളരെ വൾണറബിളാണ്. അതുപോലുള്ള ആൾക്കാരെ മാത്രം നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഇതിൻ്റെ സോഴ്സ് ഇത് എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് ഇപ്പോൾ അത് കുറേ നടക്കുന്നുണ്ട് എന്നാണ് എനിക്ക് മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. അത് വളരെ നല്ല കാര്യമാണ്. അതിനോടൊപ്പം വേണ്ടത് ഒരു സോഷ്യൽ അവയർനെസ് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും പൊതുവെ ഇതിൽ യോജിക്കുന്നുണ്ട്. ഇപ്പോൾ മയക്കുമരുന്നിനെതിരെ പ്രവർത്തിക്കുക എന്നുള്ള കാര്യത്തിൽ എല്ലാ വിഭാഗം ആൾക്കാരും, സാമൂഹ്യ പ്രവർത്തകരാകട്ടെ, മാധ്യമ പ്രവർത്തകരാകട്ടെ, ആരോഗ്യ പ്രവർത്തകരാകട്ടെ, എല്ലാവരും ഒരുമിച്ച് വരുന്ന ഒരു സന്ദർഭം നമുക്കുണ്ട്. അതിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം. എന്നുവെച്ചാൽ പലരും പറയുന്നത് ഈ മയക്കുമരുന്നിനെതിരെ പ്രവർത്തിക്കുന്നവർക്ക് ഒരുപാട് ഭീഷണിയാണ്. അപ്പോൾ അവരെ ഭീഷണിപ്പെടുത്തുക, നമ്മളിപ്പോൾ ഒറ്റയ്ക്ക് അതിനെ എതിർക്കുന്നവരെയൊക്കെ ഭീഷണിപ്പെടുത്തും. ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച് വരുന്ന ഒരു മൂവ്മെൻറ്റ് ഉണ്ടായത് വളരെ നല്ല കാര്യമാണ്. അപ്പോൾ ഈ ഭീഷണിക്ക് കുറച്ച് പ്രയാസമായിട്ട് വരും. അപ്പോൾ അങ്ങനെ വരുന്നത് കൊണ്ട് നമ്മൾ ആ ഒരു മൊമെൻറ്റിനെ നമ്മൾ അങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു പൊതുവായിട്ടുള്ള ഒരു എന്താ പറയുക, ജാഗ്രത അല്ലെങ്കിൽ അവയർനെസ് കൊണ്ട് മാത്രം കാര്യമില്ല. അവിടെയാണ് ഈ ഇൻ്റർപേഴ്സണൽ രണ്ട് വ്യക്തികൾ തമ്മിൽ കൂടുതൽ ഒരു ആഴത്തിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിലേ അവരെ ഇതിൽ നിന്ന് മാറ്റിക്കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതിനുള്ള വേറൊരു സമീപനമാണ്, പൊതുജനാരോഗ്യ സമീപനമാണ് ഇതിൽ നിന്ന് പുറത്ത് വന്നിട്ടുള്ള ആൾക്കാരെ ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് പുറത്ത് വന്നിട്ടുള്ള ആൾക്കാരുണ്ട്, മാറി വന്നിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് കൂടുതൽ ഈ ആൾക്കാരെ സ്വാധീനിക്കാൻ പറ്റും. അതൊരു പൊതുജനാരോഗ്യ സമീപനമാണ്. അത്തരം സമീപനവും കൂടി നമ്മൾ എടുക്കേണ്ടി വരും. ഞാൻ പറഞ്ഞ ഈ എല്ലാ സമീപനവും ഒരുമിച്ച് ചെയ്യേണ്ട, അത് അടിയന്തരമായിട്ട് കേരളത്തിൽ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ഏതായാലും വളാഞ്ചേരിയിൽ 10 പേർക്ക് HIV രോഗബാധ സ്ഥിരീകരിക്കുകയും അത് ലഹരി ഉപയോഗത്തിലൂടെ ആ സിറിഞ്ച് മാറി മാറി ഉപയോഗിച്ചതിലൂടെയാണ് ഈ രോഗം വ്യാപിച്ചിരിക്കുന്നത് എന്ന വിവരങ്ങളും പുറത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് എൻകൗണ്ടർ പ്രൈം എന്ന വിഷയം ചർച്ച ചെയ്യുന്നത്. കേരളത്തിൽ മറ്റൊരു വലിയ ഭീതിയും ഭീഷണിയുമായി HIV രോഗബാധ മാറുന്നുണ്ടോ, പടരുന്നുണ്ടോ എന്നതാണ് ഇന്ന് ഈ ചർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെ എങ്ങനെ തടയാം, എത്രത്തോളം ജാഗ്രത ഈ ഘട്ടത്തിൽ കേരളത്തിൽ ആവശ്യമാണ് എന്ന കാര്യമാണ് വിദഗ്ധർ അവരുടെ അഭിപ്രായ പ്രകടനങ്ങളിലൂടെ നമ്മൾ പരിശോധിക്കുന്നത്. നമുക്ക്